CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ് അന്വേഷണത്തിനിടെ വീണ തൈക്കണ്ടിലിന് മറ്റൊരു കമ്പനി കൂടി ഉണ്ടെന്ന് കണ്ടെത്തിയെന്ന് ED. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ 15 ലക്ഷത്തോളം രൂപ മരവിപ്പിച്ചു. കണ്ടുകെട്ടൽ നടപടികൾക്ക് മുന്നോടിയായി അതോറിറ്റിക്ക് മുമ്പാകെ ED റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായിട്ട് ചേരുന്നു. സഹിൻ, ഇതിപ്പോൾ ഒരു പുതിയ വാർത്തയാണ്. നേരത്തെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലോ വിവാദങ്ങളിലോ ഒന്നും തന്നെയും ഈ ഒരു കമ്പനിയുടെ പേര് കണ്ടിരുന്നില്ല. ഇതെങ്ങനെയാണ് ED ഇതിനെ വിശദീകരിക്കുന്നത്? വസ്തുതാപരമാണോ അത്? സനീഷ്, അതായത് കണ്ടുകെട്ടൽ നടപടി CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കണ്ടുകെട്ടൽ നടപടിക്ക് മുന്നോടിയായി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപേ ഒരു റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സമർപ്പിക്കേണ്ടതുണ്ട്. ആ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉടമ കൂടിയാണ് വീണ എന്നുള്ളൊരു കാര്യം സൂചിപ്പിക്കുന്നത്. വീണയുടെ 16 ലക്ഷം രൂപയാണ് 16,50,000 രൂപ കണ്ടുകെട്ടിയതായി പറയുന്നു. ഇതിൽ തന്നെ വീണയുടെ സ്വന്തം പേരിലുള്ള 1,20,50,000 രൂപ കണ്ടുകെട്ടിയിട്ടുണ്ട്. കൂടാതെ വീണയുടെ മറ്റൊരു അക്കൗണ്ട്, അതായത് എക്സാലോജിക് കമ്പനിയുടെ 25,000 രൂപയോളം കണ്ടുകെട്ടിയിട്ടുണ്ട്. കൂടാതെയാണ് ഈ പുതിയ കണക്ക് പുറത്തു വരുന്നത്. അതായത് വീണയുടെ മറ്റൊരു കമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15 ലക്ഷം രൂപയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും 16,50,000 രൂപയാണ് ഈ CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണയുടെ പേരിൽ കണ്ടുകെട്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ CMRL ഉടമയായിട്ടുള്ള ശശിധരൻ കർത്തയുടെ മൊഴി, അത് വീണയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മൊഴിയാണ്. കാരണം സർവീസ് നടത്തിയതിനല്ല, അല്ലെങ്കിൽ സർവീസ് ചെയ്തതിനല്ല താൻ ഈ പണം നൽകിയത് എന്നുള്ളൊരു മൊഴി 2024 ഏപ്രിൽ മാസത്തിൽ CMRL ഉടമയായിട്ടുള്ള ശശിധരൻ കർത്ത നൽകിയിട്ടുണ്ടെന്നും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂചിപ്പിക്കുന്നുണ്ട്. സനീഷ, ശരി, നന്ദി സഹിൻ വിവരങ്ങൾക്ക്. വീണ തൈക്കണ്ടിലിന് മറ്റൊരു കമ്പനി കൂടിയുണ്ട്, ലേക്കർ ഇന്ത്യ ലിമിറ്റഡ് എന്നൊരു പേരിലൊരു കമ്പനി കൂടിയുണ്ട് എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നതായിട്ട് പറയുന്നത്, ആ വാർത്തയിൽ പറയുന്നത്. അത് വീണ വിജയൻ്റെ തന്നെയാണോ എന്നത് ഇനി നമുക്ക് മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. 15 ലക്ഷം രൂപ മരവിപ്പിച്ചിട്ടുണ്ടെന്നാണ് EDയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ.